ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2009 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ അൺബോൺ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ ജീവിതം ജീവിക്കുന്ന ഹീറോയിൻ അവൾ ഒരു ചെറിയ പയ്യനെ കാണുന്നു. പക്ഷെ അതിനുശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം അവസാനം എന്താണ് എന്നാണ് നമ്മൾ ഈ മൂവിയിലൂടെ കാണാൻ പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെയും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാനുണ്ട്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബും ചെയ്തേക്കുക, പിന്നെ ഒന്ന് ഹൈപ്പും ചെയ്തിട്ടേക്കുക, മറക്കാതെ ഒരു ലൈക്കും. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുമ്പോൾ മഞ്ഞു മൂടിയൊരു പ്രദേശം, അതിന്റെ നടുവിലൂടെയുള്ള ഒരു റോഡ്, അതിലൂടെ ഓടിപ്പോകുന്ന നമ്മുടെ ഈ മൂവിയിലെ നായികയായിട്ടുള്ള കേസി. അങ്ങനെ രാവിലെ തന്നെ അവൾ ഓടാനായിട്ട് പോകുന്നു. ഓടിപ്പോകുന്ന വഴിക്കാണ് ഒരു നീല കളറിലുള്ള ഗ്ലൗസ് താഴെ കിടക്കുന്നു. അത് ആരുടേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആ ഒരു ഗ്ലൗസ് കുനിഞ്ഞങ്ങ് എടുക്കും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ പിറകില് ഒരു പയ്യൻ ഇങ്ങനെ നിൽക്കുന്നു. വിചിത്രമായിട്ട് അവളെ നോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം. പെട്ടെന്ന് തന്നെ അത് നിമിഷ നേരം കൊണ്ട് ആ പയ്യൻ അവിടെ നിന്ന് മാറി അവിടെ ഒരു നായ വരുന്നു. അതുപോലെ ആ നായയുടെ മുഖത്താണെങ്കിലോ ഈ പയ്യന്റെ മുഖഷേപ്പുള്ള ഒരു മാസ്കും. അങ്ങനെ ആ നായ അവിടെ നിന്നും അടുത്തുള്ള ആ കാടിനകത്തേക്ക് ഓടിക്കയറുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്കും വിചിത്രമായിട്ടുള്ളേ തോന്നി. അതുപോലെ തന്നെയാണ് അവൾക്കും തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ നായയുടെ പിറകെ കേസി പോവാണ്. അങ്ങനെ കുറെ ദൂരം കാടിനകത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ഈ മാസ്ക് ഉണ്ടല്ലോ, അത് താഴെ കിടപ്പുണ്ട്. അതെടുക്കാൻ വേണ്ടി കേസി അതിനടുത്തേക്ക് ചെന്നിരുന്ന് ഈ മാസ്ക് എടുക്കാൻ നോക്കുമ്പോൾ ആ മാസ്കിന്റെ ബാക്കിയുള്ള വള്ളി അത് മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കാണ്. അപ്പൊ അതവള് വലിച്ച് ആ മണ്ണ് ഭാഗം തോണ്ടി മാറ്റുമ്പോൾ അതിനുള്ളിൽ കാണുന്നത് ഒരു ചെറിയ കുട്ടിയുടെ ശരീരം. അതുമല്ല ആ കുട്ടിയാണെങ്കിലോ കണ്ണു തുറന്ന് കേസിയെ നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ കേസി കോളേജിലാണ് പഠിക്കുന്നത്. അവളുടെ പാർട്ട് ടൈമില് ഈ കുട്ടികൾക്ക് ബേബി സിറ്റർ ആയിട്ട് ഇരിക്കുമല്ലോ, ആ ഒരു ജോലി അവൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതുപോലെ ഒരു വീട്ടില് അവൾ നിൽക്കുന്ന സമയത്താണ് രാവിലെ സംഭവിച്ച ആ ഒരു കാര്യം അവളുടെ സുഹൃത്തിനെ വിളിച്ച് പറയുന്നത്. അപ്പൊ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ആ സുഹൃത്തിനോട് പറയുമ്പോൾ അവൾ ഇത് വിശ്വസിക്കോ? അവൾ പറയും, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റ് അത് റിയൽ ആണെന്ന് വിശ്വസിച്ചു കാണും, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇല്ലില്ല, അതെല്ലാം റിയൽ ആയിട്ട് തന്നെ നടന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നതും അവളുടെ അടുത്ത് ഒരു വാക്കിയിട്ടൊക്കെ ഉണ്ട്. അത് ആ വീട്ടിലെ ചെറിയ പയ്യൻ യൂസ് ചെയ്യുന്നതാണ്. അതിൽ കേൾക്കുന്നത് എന്താണെന്നറിയോ? ആ ചെറിയ പയ്യൻ വേറെ ആരോട് സംസാരിക്കുന്നതാണ്. ഇത് കേട്ട കേസി, ഹേയ്, ആ പയ്യൻ വേറെ ആരോട് സംസാരിക്കുന്നത്, ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മുകളിലത്തെ റൂമിലേക്ക് നടന്നു ചെല്ലും. അങ്ങനെ ആ റൂമിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ചെറിയ കുട്ടി, ഈ വീട്ടിൽ തന്നെ മറ്റൊരു ചെറിയ കുട്ടിയുണ്ട്, അതിന്റെ മുന്നിൽ ഒരു കണ്ണാടി കൊണ്ട് വെച്ചിട്ട്, ദേ നിന്റെ മുഖം നീ തന്നെ നോക്ക്. ഇത് കണ്ട കേസി, ഹേയ്, ആ കണ്ണാടി മാറ്റി വെക്ക്, അത് കുട്ടിയുടെ മുകളിൽ കൊണ്ടുകഴിഞ്ഞാൽ ഡേഞ്ചർ ആയിരിക്കും, അതുകൊണ്ട് അത് മാറ്റി വെക്കാൻ പറയുമ്പോൾ ആ ചെറിയ പയ്യനുണ്ടല്ലോ കണ്ണാടി വെച്ചിട്ട് കേസിയുടെ തലയിലേക്ക് അടിക്കും. എന്നിട്ട് ഏതോ ഒരു കുട്ടി ജനിക്കണമെന്നെല്ലാം ആഗ്രഹിക്കുന്നു എന്നെല്ലാം വിചിത്രമായിട്ടുള്ള എന്തോ കാര്യം പറയുന്നുണ്ട്. പക്ഷേ കേസിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് ആ പയ്യന്റെ അച്ഛനും അമ്മയും വന്നു. എന്നിട്ട് കേസിയോട്, സോറി കേസി, ഞങ്ങളുടെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, നീ ക്ഷമിക്കണം, നീ നിന്റെ കണ്ണ് ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ കേസി പറയും, അതെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൾ ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുന്നു. അങ്ങനെ റോഡിലൂടെ നടന്നു വരുമ്പോൾ രാവിലെ കണ്ട അതേ ആ ഒരു നീല ഗ്ലൗസ് ഉണ്ടല്ലോ, അതിപ്പോഴും താഴെ കിടപ്പുണ്ട്. അങ്ങനെ ഗ്ലൗസ് എടുത്തിട്ട് നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ചെറിയ പയ്യൻ റോഡിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി റോഡിൽ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ കേസി അത് എടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അവളുടെ അച്ഛനാണെങ്കിൽ ഒരു ബിസിനസ്മാനാണ്, എപ്പോഴും വീട്ടിലുണ്ടാവത്തില്ല, ജോലി കാര്യങ്ങളായിട്ട് പലയിടങ്ങളിൽ ഇങ്ങനെ പോവും. ഇപ്പൊ എന്തായാലും അവളുടെ അച്ഛൻ വന്നിട്ട്, കേസി എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നു, ദേ കേക്ക് കഴിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ല ഞാൻ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് മുഖമെല്ലാം കഴുകി ആ കണ്ണാടിയുടെ അടുത്ത് നിന്ന് മാറുമ്പോൾ കണ്ണാടിക്കുള്ളിൽ എന്തോ ഒരു ശബ്ദം. എന്താണെന്നറിയാൻ വേണ്ടി തിരിച്ചു ചെന്നിട്ട് ആ കണ്ണാടി തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിലൊന്നുമില്ല. അപ്പൊ അതൊന്നും കാര്യമാക്കാതെ അവൾ നേരെ കട്ടിലേക്ക് പോയി കിടക്കാണ്. അതുമല്ല അവളുടെ അമ്മയുടെ ഫോട്ടോ അടുത്തായിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസം കേസി രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുട്ടയെടുത്ത് ഇങ്ങനെ പൊട്ടിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ മുട്ടയെടുത്ത് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് നിന്നും ഒരു പ്രാണിയുണ്ടല്ലോ അതൊക്കെ പോകുന്നു. ഇത് കണ്ട കേസി നല്ലതുപോലെ പേടിച്ചിട്ട് അന്ന് അവള് കോളേജിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നടന്ന ആ ഒരു കാര്യം, ഇതിനു മുന്നേ നടന്ന കാര്യം, ഇതെല്ലാം അവളുടെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട അവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിലോ അവളെ കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് അടുത്തുള്ള മറ്റൊരു സുഹൃത്ത് പറയുന്നത്, ഈ ജനിച്ച കുട്ടികള് അവരുടെ മുഖം തന്നെ കണ്ണാടിയിൽ കണ്ടു കഴിഞ്ഞാലേ അതൊരിക്കലും നല്ല കാര്യമല്ല, അതൊരു മോശം കാര്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്, ഇതാണ് എന്റെ വീട്ടിലൊക്കെ പറയാറുള്ളത് എന്ന് പറയുമ്പോൾ ഇതും കേട്ട ആ ബോയ് ഫ്രണ്ട്, ഏയ് നിനക്കെല്ലാം എന്താ ഭ്രാന്താണോ, ഇതൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ ആ സുഹൃത്ത് പറയും, ഞാൻ സത്യത്തിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷേ കോമൺ ആയിട്ട് എല്ലാവരും ഇതാണ് പറയുന്നത്. ഇത് കേട്ട കേസിക്ക് അതും കുറച്ച് വിചിത്രമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ നേരെ ക്ലാസ് റൂമിലേക്ക് പോകും. ഇപ്പോ ആ പ്രൊഫസറെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കേസിക്ക് മാത്രം എന്തോ തല ചുറ്റുന്നത് പോലെ അവൾ ആ ബോർഡിലേക്ക് നോക്കുമ്പോൾ നീല നിറത്തിലെ ജംബി അവൻ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന്
അവൾ ബേബി സിറ്റിങ്ങിന് പോയപ്പോൾ ആ വീട്ടിലെ ഒരു ചെറിയ പയ്യൻ എന്തോ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, അവനും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ജംബി അവൻ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള അതേ കാര്യം ഇപ്പോൾ ബോർഡിലും എഴുതി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ആകെ തലചുറ്റിയിരിക്കുമ്പോൾ അവളുടെ ബുക്കിലും നേരത്തെ കണ്ട അതേ പ്രാണി വന്നിരിക്കുന്നതും ഇത് കണ്ട കേസി പെട്ടെന്ന് തന്നെ ക്ലാസ് റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഫ്രഷ് ആവാനായിട്ട് ഈ ബാത്റൂമിന്റെ സൈഡിലേക്ക് വരും. അപ്പോഴാണ് ഹീറോയിന്റെ സുഹൃത്ത് അവളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ കേസി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ആ സുഹൃത്ത് പറയും, അല്ല കേസി, നീ ഇത് ശ്രദ്ധിച്ചില്ലേ എന്ന് പറഞ്ഞ് കണ്ണു നോക്കുമ്പോൾ അവളുടെ കണ്ണിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കേസിയും അവളുടെ ബോയ് ഫ്രണ്ട് നേരെ ഡോക്ടറെ കാണാനായിട്ട് പോകും. അപ്പോൾ ഡോക്ടർ ചോദിക്കും, നിങ്ങളുടെ ഫാമിലിയിലെ ആർക്കെങ്കിലും ഈ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഡോക്ടർ, ആർക്കുമില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ എന്തായാലും ഇത് ചെക്ക് ചെയ്യാം, റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതെന്താണെന്ന് പറയാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് കേസി അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ്. അത് കഴിഞ്ഞിട്ട് അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് തിരിച്ച് നടന്നു വരുമ്പോൾ കേസി പറയുന്നുണ്ട്, ഇന്ന് വീട്ടിൽ വേറെ ആരുമില്ല, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന് ഓക്കെ എല്ലാം പറയുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴാണ് റോഡിൽ ഒരു ഭാഗത്തായിട്ട് ആ ചെറിയ പയ്യൻ നിൽക്കുന്നത് കേസി കാണുന്നത്. അവനെ കണ്ട് കേസി പേടിച്ച് നിൽക്കുമ്പോൾ ഒരു കാറ് പാസ് ചെയ്ത് പോകുന്നതും അവനെ അവിടെ കാണാനില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അവര് രണ്ടുപേരും കേസിയുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ വന്നിട്ട് കേസിയുടെ അമ്മയുടെ ഫോട്ടോ കാണുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, എന്റെ അമ്മ നോർമലായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ അമ്മയുടെ മാനസികാവസ്ഥ തെറ്റിയത് കൊണ്ട് തന്നെ അമ്മയെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ചേർത്തു. അവസാനമായിട്ട് ഞാൻ അമ്മയെ കാണാൻ പോകുമ്പോൾ അമ്മയുടെ നില അത്രയും ഗുരുതരമായിരുന്നു. കൂടാതെ അമ്മയുടെ കയ്യിൽ ഒരു ചുവന്ന ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്റെ അമ്മയുടെ അമ്മ ആരാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല, കാരണം അമ്മയെ ആരോ ദത്തെടുക്കുമായിരുന്നു. പക്ഷേ മരിക്കുന്നതിന് മുന്നേ എന്റെ അമ്മ അമ്മയുടെ യഥാർത്ഥ അമ്മയെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം അച്ഛനോട് പറഞ്ഞതായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്റെ അമ്മയെ ഒട്ടും ഇഷ്ടമല്ലെന്നും, കാരണം സ്വന്തം മകളെ ഇത്ര നല്ലതുപോലെ സ്നേഹിച്ചിട്ട് പെട്ടെന്ന് വിട്ടിട്ട് പോയത് അവൾക്കൊരിക്കലും സഹിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ കേസി വീണ്ടും അവളുടെ മുഖം കഴുകാനായിട്ട് ആ കണ്ണാടിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിനുള്ളിൽ വീണ്ടും അതേ ശബ്ദം തന്നെ കേൾക്കുന്നു. അങ്ങനെ കേസി അവിടെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിലൊന്നും കാണുന്നില്ല. ചേട്ടാ, ഇതെന്താ ഈ ശബ്ദം കേട്ടേന്ന് പറഞ്ഞ് അവൾ അടച്ചു വെച്ചിട്ട് വീണ്ടും വെളിയിലേക്ക് പോകുമ്പോൾ പിന്നെ ഈ ശബ്ദം കേൾക്കുന്നു. ഇത്തവണ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന് തുറന്നു നോക്കുന്നത് നല്ലതുപോലെ പേടിച്ചുപോയി. അപ്പോൾ ബോയ് ഫ്രണ്ട് ഈ ശബ്ദം കേട്ടിട്ട് ഓടി വന്ന്, ഹേയ് എന്തു പറ്റിയെന്ന് പറഞ്ഞിട്ട് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും, കണ്ണാടിക്കുള്ളിൽ എന്തുകൊണ്ടെന്ന് പറയുന്നത്. അവൻ വന്ന് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിലൊന്നും കാണുന്നില്ല. ഇപ്പൊ അത് കഴിഞ്ഞ് കേസി എന്താ ചെയ്തെന്നറിയോ, ആ കണ്ണാടി അവിടെ നിന്നും മാറ്റി മറ്റൊരു റൂമിലേക്ക് വെക്കും. എന്നിട്ട് അടുത്ത ദിവസം എന്നത്തെയും പോലെ തന്നെ അവള് വാക്കിങ്ങിനായിട്ട് പോവാണ്. അങ്ങനെ ഓടി പോകുമ്പോൾ അവള് ബേബി സിറ്റിങ്ങിനായിട്ട് ഇരുന്നൊരു വീടുണ്ടല്ലോ, ആ വീട്ടിന്റെ മുന്നില് പോലീസ് വണ്ടിയെല്ലാം നിൽക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആളുകളും കൂടി നിൽപ്പുണ്ട്. അപ്പൊ അടുത്തായിട്ട് തന്നെ മറ്റൊരു ആന്റി നിൽപ്പുണ്ട്. അവരോട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ രണ്ടാമത്തെ കുട്ടി സംസാരം അനക്കമൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് കണ്ട് അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു ആ കുട്ടി മരിച്ചെന്ന് എന്ന് പറയുന്നതും അകത്തുനിന്ന് ആ കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മ നല്ലതുപോലെ കരയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേസി ആ വീടിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ജനാല വഴി ആ പയ്യൻ കേസിയെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കേസി ഈ ഡോക്ടറിന്റെ അടുത്തേക്ക് റിസൾട്ട് വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഡോക്ടർ ഇപ്പോൾ റിസൾട്ട് എടുത്തിട്ട് പറയുന്നത്, കേസി പേടിക്കാനൊന്നുമില്ല, ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ ട്വിൻസ് ആണല്ലേ. അപ്പോൾ കേസി പറയും, ഇല്ല ട്വിൻസ് അല്ല, ഞാൻ ഒരാളേ ഉള്ളൂ. ഹേയ് അല്ല, ട്വിൻസ് ആണ്. കാരണം ട്വിൻസിന് മാത്രമേ ഇതുപോലെ ഒരു പ്രായം കഴിഞ്ഞാലേ കണ്ണിലെ കളറ് ചേഞ്ച് ആവത്തുള്ളൂ. ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും ശരിയാവും എന്ന് പറഞ്ഞ് കേസിയെ പറഞ്ഞു വിടുമ്പോൾ അവളുടെ മനസ്സിലുള്ളത് ആ ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. കാരണം അവളുടെ അമ്മയ്ക്ക് അവൾ ഒറ്റ മകളാണ്. പിന്നെ ഇങ്ങനെ ഈ ഡോക്ടർ പറയുന്നു അവള് ട്വിൻസ് ആണെന്ന്. അതുപോലെ ആ ഡോക്ടർ ഇത്ര കൺഫേം ആയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ കേസി നേരെ അവളുടെ അച്ഛനെ കാണാൻ പോകും. അവളുടെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റിംഗിലാണ്. പക്ഷേ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഞാൻ ട്വിൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ എന്തോ ആലോചിക്കുന്നുണ്ട്. അച്ഛൻ സത്യം പറയും, ട്വിൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവളുടെ അച്ഛൻ പറയുന്നത്, അതേ മോളെ, നിന്നോടൊപ്പം ഒരു ആൺകുട്ടിയും ജനിച്ചായിരുന്നു, പക്ഷേ ജനിച്ചപ്പോൾ തന്നെ അവൻ മരിച്ചുപോയി. അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ ആ കാര്യം പറയാഞ്ഞത് എന്ന് പറയുമ്പോൾ, എന്തിനാ ഇതെല്ലാം മറയ്ക്കുന്നേ, എന്നോട് പറഞ്ഞുകൂടായിരുന്നു. ഇല്ല കേസി, അവൻ ജനിച്ചപ്പോഴേ മരിച്ചുപോയി, അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത്. അപ്പൊ അമ്മയ്ക്ക് മാനസികമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഇത് കാരണമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, ഒരിക്കലും അത് കാരണമല്ല, അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് കാരണമാണ്. അത് കഴിഞ്ഞിട്ടാണ് അവൾ മരിച്ചത്. അതുമല്ല, ആ കുഞ്ഞും ജനിച്ചപ്പോൾ മരിച്ചതുകൊണ്ട് തന്നെ ഞങ്ങളത് വലിയ കാര്യമാക്കിയിരുന്നില്ല. അപ്പോൾ കേസി ചോദിക്കും, അല്ല നിങ്ങൾ ആ കുഞ്ഞിന് എന്തെങ്കിലും പേര് വെച്ചിട്ടുണ്ടായിരുന്നു? കുഞ്ഞ് ജനിച്ചപ്പോഴേ മരിച്ചുപോയില്ലേ, പിന്നെ എങ്ങനെ ഞങ്ങൾ പേര് വെക്കും? അപ്പോൾ കേസി ചോദിക്കും, അതല്ല, എന്തായാലും ജനിക്കുമെന്ന് അറിയാലോ, അതിനു മുന്നേ നിങ്ങൾ എന്തെങ്കിലും നിക് നെയിം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. അതെ, വെച്ചിട്ടുണ്ട്, ജംബി എന്ന് പറയുന്നതും ആഹാ, ഹീറോയിൻ ഇതുവരെ പലയിടങ്ങളിൽ നിന്ന് കേട്ട അല്ലെങ്കിൽ വായിച്ച ആ പേര് ഇത് തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കേസി നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇവരുടെ പഴയ ആൽബം ഉണ്ടല്ലോ അതിലെടുത്ത് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ ഓരോ പേജും മാറ്റി നോക്കുമ്പോൾ അതിലൊരു പേജിലെ ഒരു ചുവന്ന കയറും അതേപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങും ഉണ്ട്.
അതിലൊരു സ്ത്രീയുടെ പേരും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ കേസി മനസ്സിലാക്കും ഇങ്ങനൊരു പേര് അടയാളപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഈ സ്ത്രീ അറിയാമായിരിക്കും. അതുകൊണ്ട് അമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാമെന്നും പറഞ്ഞ് ഇപ്പോൾ വയസ്സായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കേസി അവളുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് പോവും. അങ്ങനെ രണ്ടുപേരും അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു അപ്പൂപ്പൻ അനങ്ങാതെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ കേസിയും അവളുടെ സുഹൃത്തും ഇതെന്താ ഇയാള് അനങ്ങാതെ തന്നെ ഇരിക്കുന്നേ എന്നിങ്ങനെ നോക്കി ഒരു വിചിത്രമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അകത്ത് നിന്നൊരു സ്ത്രീ വന്നിട്ട് അതെ അദ്ദേഹം കോമയിലാണ്, അതുകൊണ്ട് അനങ്ങത്തില്ല, നിങ്ങൾ എന്നെയല്ലേ കാണാൻ വന്നേ, അകത്തേക്ക് വരാൻ പറഞ്ഞ് ഇവരെ രണ്ടുപേരെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. റൂമിനകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, അവരുടെ റൂമിനകത്ത് ഒരു കണ്ണാടി പോലും ഇല്ല. എന്നിട്ട് കേസിയോട് ചോദിക്കും അല്ല കേസി നിങ്ങൾ ട്വിൻസ് അല്ലേ? അപ്പൊ കേസി പറയും അല്ല നിങ്ങൾ എങ്ങനെ അത് മനസ്സിലാക്കിയേ? കാരണം ഞാനൊരു ട്വിന്നാണ്, അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ കേസി ആ ന്യൂസ് പേപ്പർ കട്ടിങ് ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചിട്ട് അല്ല നിങ്ങൾക്ക് എൻ്റെ അമ്മയെ അറിയോ? കാരണം എൻ്റെ ആൽബത്തിൽ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങും നിങ്ങളെപ്പറ്റിയുള്ളൊരു വിവരം ഉണ്ടായിരുന്നു, അതനുസരിച്ചാണ് നിങ്ങളെ കാണാൻ വന്നത്. അതേപോലെ തന്നെ കേസിയുടെ അമ്മയുടെ ഒരു ഫോട്ടോ, പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തുള്ളൊരു ഫോട്ടോയും ആ ഫോട്ടോയിലെ കണ്ണാടിയിലുണ്ടല്ലോ ആ കുട്ടിയുടെ രൂപം അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ എൻ്റെ അമ്മയുടെ അടുത്ത് വന്നത്? ഈ പയ്യനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ എന്ന് ഈ സ്ത്രീയോട് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആ മുത്തശ്ശി ഉണ്ടല്ലോ അവർ നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട് ഏയ് ഇല്ല എനിക്ക് ആ പയ്യനെ പറ്റി അറിയത്തില്ല, നിന്റെ അമ്മയെ പറ്റി അറിയത്തില്ല, പെട്ടെന്ന് ഇവിടെ നിന്ന് പോന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ട് ഇവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് വന്നിട്ട് ആ സുഹൃത്ത് പറയുന്നുണ്ട് ആ മുത്തശ്ശിക്ക് എന്താ വട്ടാണ് എന്നെല്ലാം ചോദിക്കുമ്പോൾ കേസി പറയും ഏയ് അതുകൊണ്ടൊന്നല്ല, അവർ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് പേടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിനെപ്പറ്റി എന്തോ ഒരു രഹസ്യം അവർക്കറിയാം, പക്ഷെ അവരൊരിക്കലും നമ്മളോട് പറയാൻ പോകുന്നില്ല, അത് നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവുമെന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് ചോദിക്കും അല്ല അവർ നമ്മളോട് ഇപ്പോൾ പറയാൻ പോകുന്നില്ല, പിന്നെ നമ്മളെങ്ങനെയാ അത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇപ്പോൾ നിന്റെ കണ്ണിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ അത് ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നതാണ് ആ സുഹൃത്ത് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കേസി നേരെ അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഒരു കാസറ്റ് പ്ലേ ചെയ്തിങ്ങനെ നോക്കാണ്. അതുപോലെ ആ വീഡിയോയിൽ പലയിടങ്ങളിൽ നിന്ന് എന്തോ ഒരു ടക്ക് ടക്ക് എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ആ ബോയ് ഫ്രണ്ട് ചോദിക്കും അല്ല ഇതിൽ നിന്ന് നീ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കേസി പറയും എൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന സ്ഥലമാണിത്, എൻ്റെ അമ്മ മരിക്കാനായിട്ട് എന്തോ ഒരു കാരണമുണ്ട്, അത് കണ്ടുപിടിക്കാനാണെന്ന് പറയുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവനേതായാലും നമുക്ക് ഹീറോ എന്ന് തന്നെ വിളിക്കാം. ഇപ്പോൾ ഹീറോ പറയും നിന്നെ കണ്ടിട്ട് നീ നല്ല വിഷമത്തിലാണ്, അതുകൊണ്ട് ഈ പ്രായത്തിൽ ഇങ്ങനെയൊന്നും വിഷമിച്ചിരിക്കരുത്, നമുക്ക് എന്തായാലും ഒരു പാർട്ടിക്ക് പോകാന്ന് പറഞ്ഞ് കേസി അവനൊരു പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ പാർട്ടിയിലേക്ക് ചെന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ അവളുടെ തല ചുറ്റാൻ തുടങ്ങാണ്. അതുപോലെ ആ പാർട്ടിയിലുള്ള എല്ലാവരും അവളെ തുറിച്ചു നോക്കുന്നത് പോലെ, അതും കൂടാതെ അവരുടെ ഇടയിലായിട്ട് ആ ചെറിയ പയ്യനെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ട കേസി പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് നേരെ മുഖം കഴുകാനായിട്ട് ഒരിടത്തേക്ക് ചെല്ലും. അങ്ങനെ മുഖം കഴുകി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടുത്തെ ചുമരിലെ ഒരു ഹോളുണ്ട്, അവിടെയാണെങ്കിൽ കണ്ണുപോലെ വരച്ചു വെച്ചേക്കാണ്. പെട്ടെന്ന് കാണിക്കുമ്പോഴാണ് അതിനുള്ളിൽ നിന്നും ഒരുപാട് പ്രാണികളും മറ്റും ഇറങ്ങി വരുന്നത് കാണുന്നത്. കേസി പേടിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അവൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിനും കഴിയുന്നില്ല. ഇപ്പൊ അതിനകത്ത് ഒരുപാട് വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതും കൂടാതെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ ചെറിയ കൈകളൊക്കെ ഉണ്ടല്ലോ കുട്ടികളുടെ, അതെല്ലാം കൂടി വന്ന് കേസി അങ്ങനെ പിടിക്കുന്നത് പോലെയും ആ ബാത്റൂമിൽ നിന്നും അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോൾ ഇട്ടിരുന്ന അതേ യൂണിഫോമുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഇതെല്ലാം കണ്ട് കേസി അലറി വിളിക്കുമ്പോൾ വെളിയിലുള്ള ആളുകളെല്ലാം ഓടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് കണ്ണു തുറന്ന് നോക്കുന്നതും അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ അവർ പറയുന്നില്ല പേടിക്കണ്ട ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് അവളുടെ ഫ്രണ്ടുമായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കുകയാണ്. അപ്പോഴാണ് ആ സുഹൃത്ത് പറയുന്നത് നീ നല്ലതുപോലെ ഉറങ്ങാത്തത് കൊണ്ടായിരിക്കും ഇതെല്ലാം സംഭവിക്കുന്നത്, നീ ആദ്യം നല്ലതുപോലെ തന്നെ കിടന്ന് ഉറങ്ങ്, അതേപോലെ ഉറങ്ങുമ്പോൾ നിന്റെ തലേണയുടെ അടിയിൽ ഒരു കത്രിക എടുത്ത് വെച്ചേക്ക് എന്നവൾ പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യം ആരൊക്കെ ചെയ്യുന്നുണ്ടെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. എന്റെ വീട്ടിൽ എന്റെ അനിയത്തി, അമ്മ ഇവരെല്ലാവരും അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ അതെടുത്ത് തലേണയുടെ അടിയിൽ വെക്കാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അങ്ങനെ ഇത് കേട്ട കേസി ഓക്കെ ഇതെല്ലാം ആദ്യമായിട്ടാണ് അവൾ ചെയ്യുന്നത്, എന്നിരുന്നാലും വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ തലയെണ്ണയുടെ അടിയിൽ ഒരു കത്രിക അവൾ വെക്കുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുറേ നേരം കഴിയുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ആഹാ വേറൊന്നുമല്ല, ഉറങ്ങിക്കിടന്നിരുന്ന കേസി ഇപ്പോൾ സീലിങ്ങിൽ പറ്റിയിരിക്കുകയാണ്. അതേപോലെ അവൾ താഴെ നോക്കുമ്പോൾ കേസി താഴെ കട്ടിലിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ നോക്കുമ്പോൾ അവളുടെ അടുത്തായിട്ട് ആ ചെറിയ പയ്യനും അവൻ പതിയെ കേസിയുടെ വയറിലേക്ക് കൈവയ്ക്കുന്നു. പെട്ടെന്ന് കേസി വേണ്ടാന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നതും അവൾ കണ്ണുറന്ന് നോക്കുമ്പോൾ അവൾ കട്ടിലിൽ തന്നെയാണ്. ആ സമയത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. എടുത്ത് സംസാരിക്കുമ്പോൾ അവൾ കാണാനായിട്ട് പോയുള്ള ഒരു മുത്തശ്ശി അവരാണ് വിളിക്കുന്നത്. ഇപ്പൊ അവര് പറയും മോളെ നിന്നോട് ഞാനന്ന് കള്ളം പറഞ്ഞതാണ്, എനിക്ക് നിന്റെ അമ്മയെ പറ്റിയും ആ കുട്ടിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, ഞാനത് മനഃപൂർവ്വം പറയാഞ്ഞതാണ്, നീ ഇപ്പൊ തന്നെ ഇവിടേക്ക് വാ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയാന്ന് പറയുമ്പോൾ കേസി ചോദിക്കും അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയുടെ അമ്മ അത് നിങ്ങളാണോ, നിങ്ങളെ കാണാനാണോ എന്റെ അമ്മ അവസാനമായിട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് അതെ ഞാൻ തന്നെയാണ് നിന്റെ മുത്തശ്ശി.
എല്ലാം ഞാൻ നേരിട്ട് പറയാം, ഇവിടേക്ക് വരാൻ പറയുന്നതും. കേസി അന്ന് രാത്രി തന്നെ അവരെ കാണാൻ വേണ്ടി അവിടേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് അവർ ഓരോ സത്യങ്ങളായിട്ട് പറയുന്നത്. അതെ, ഞാൻ തന്നെയാണ് നിന്റെ മുത്തശ്ശി, നിന്റെ അമ്മ കാണാൻ വന്നത് എന്നെ തന്നെയാണ്. അതേപോലെ അവള് വന്നപ്പോ നിങ്ങൾ ട്വിൻസ് ആണെന്ന് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഇവിടെ വന്ന് നിന്റെ കണ്ണ് കണ്ടപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. കാരണം ഞാനൊരു ട്വിന്നാണ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഫോട്ടോ എടുത്ത് കാണിക്കും. എന്നിട്ടാണ് പറയുന്നത്, ആ ഫോട്ടോയിലുള്ള മറ്റേ കുട്ടിയില്ലേ, അത് നിന്റെ അങ്കിളാണ്, എന്നോടൊപ്പം ജനിച്ച എന്റെ ട്വിൻ സഹോദരൻ. അവന്റെ പേര് ബാട്ട്ബു. 1944 അവൻ മരണപ്പെട്ടത്. ആ സമയങ്ങളിൽ വാർ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നൊരു ഡോക്ടറെ കാണാൻ വേണ്ടി എന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, അവിടെയുള്ള ആ ഡോക്ടറിനെ ട്വിൻസിനെ അത്ര ഇഷ്ടമാണ്. കാരണം ട്വിൻസിനെ വെച്ച് അയാൾ ഒരുപാട് പരീക്ഷണങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളെ വെച്ചും അവർ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു, ഞങ്ങളുടെ ജനറ്റിക്സ് വെച്ച് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷെ ആ പരീക്ഷണം സാധാരണ രീതിയിൽ തുടങ്ങിയിട്ട് അത് വിചിത്രമായിട്ടുള്ള രീതിയിൽ മാറാൻ തുടങ്ങി. പിന്നീട് അവർ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പരീക്ഷണം ഞങ്ങളിൽ നടത്തി. ഞങ്ങളുടെ കണ്ണിന്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു പരീക്ഷണം. അതും അത്രയും വേദനയുള്ളതായിരുന്നു. അതൊരു ഇഞ്ചക്ഷൻ ആയിരുന്നു. ആ ഇഞ്ചക്ഷനിൽ ഒരുപാട് പേരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, മറ്റു ചിലര് മരണപ്പെട്ടു. അങ്ങനെ എന്റെ സഹോദരനും മരണപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഒരിക്കലും അത് സംഭവിച്ചില്ല. അടുത്ത ദിവസം തന്നെ അവൻ എഴുന്നേറ്റു. പക്ഷേ അടുത്ത ദിവസം മുതലേ അവന്റെ സ്വഭാവം മൊത്തത്തിൽ മാറാൻ തുടങ്ങി. അവൻ സാധാരണ കാണുന്ന എന്റെ ഒരു സഹോദരനെ അല്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലായത്. അതൊരു ഡിബേ ആയിരുന്നു. ഡിബേ എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ കേസി റെമിൽ അറിയത്തില്ല. അതൊരു സാത്താനാണ്. മരിച്ചുപോയവരുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് മാറിക്കഴിഞ്ഞാലേ ആ ശരീരത്തിലേക്ക് കയറുന്ന ഒരു സാത്താൻ. അങ്ങനെയുള്ള ആ സാത്താനെ ആ ശരീരത്തിനുള്ളിൽ വെച്ചു കഴിഞ്ഞാലേ ഒരിക്കലും അത് നല്ലതിനാവത്തില്ല. അത് ഈ ലോകം തന്നെ നശിപ്പിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ സഹോദരനെ എന്റെ കൈ കൊണ്ട് കൊന്നു. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് എന്റെ മകൾക്കും അതേപോലെ തന്നെ ട്വിൻസ് ജനിക്കുന്നു. അതിലൊരു കുട്ടിയാണ് ആ സാത്താൻ വീണ്ടും എടുക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ ആ സമയത്ത് ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ കേസി ചോദിക്കും, അല്ല ഇതെങ്ങനെയാ നമുക്ക് തടയാൻ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇതേ ചോദ്യം തന്നെയാണ് നിന്റെ അമ്മയും എന്നോട് ചോദിച്ചത്. പക്ഷെ എനിക്ക് അപ്പോൾ ഒരു മറുപടി ഇല്ലായിരുന്നു. കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഇപ്പോ ഞാനൊരു ബുക്ക് വായിച്ചിരുന്നു. അതിലെ ഈ സാത്താനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ദൈവങ്ങളെ ആരാധിക്കുന്നവരെ വെച്ച് വലിയൊരു ചടങ്ങ് നടത്തണം. അതിലൂടെ മാത്രമേ ഈ ഒരു ഡിബേറ്റിനെ നമുക്ക് നശിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിന്റെ ചുറ്റിനും ഒരിക്കലും കണ്ണാടികൾ ഉണ്ടാവാൻ പാടില്ല. അതുവഴിയാണ് ആ സാത്താൻ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ കണ്ണാടികളെല്ലാം നശിപ്പിച്ചു കളയണം. അതേപോലെ തന്നെ വീടിനകത്ത് ശബ്ദം കേൾക്കുന്ന മണികൾ കെട്ടണം. അങ്ങനെയാണെങ്കിൽ ആ സാത്താൻ നിന്റെ അടുത്തേക്ക് വരുന്ന കാര്യം നിനക്ക് ആ മണികളിലെ ശബ്ദങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇതെല്ലാം കേട്ട് തിരിച്ചു പോകുന്ന നമ്മുടെ കേസി ഒരു കാര്യം കൂടി അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പൊ എന്തിനാണ് അത് വീണ്ടും തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ, ആ സാത്താന് വീണ്ടും ശക്തി ലഭിച്ചു. അതുകൊണ്ട് തന്നെ ട്വിൻസ് ആയിട്ടുള്ള നിന്റെ ശരീരത്ത് അത് കയറാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ തടയേണ്ടത് എന്നുള്ള കാര്യം പറയുമ്പോൾ, ഹീറോയിൻ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞ ആ ഒരു ബുക്കുണ്ടല്ലോ, അതാരാണ് എഴുതിയത് എന്ന് നോക്കുന്നുണ്ട്. അപ്പൊ അത് എഴുതിയ ആളുടെ പേര് ഒന്നും അതിൽ കാണിക്കുന്നില്ല. അതിൽ ഈ ആചാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ അതിന്റെ ലാംഗ്വേജ് വേറെയാണ്. ഇപ്പൊ കേസി എന്താ ചെയ്യുന്നതെന്നറിയോ, ആ ബുക്ക് ലൈബ്രറിയിൽ നിന്നും ആരും അറിയാതെ അടിച്ചുകൊണ്ട് വരും. ഇപ്പൊ അതും കൊണ്ട് അവൾ നേരെ വരുന്നത് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കാണ്. അയാളുടെ കയ്യിൽ ഈ ബുക്ക് എടുത്തിട്ട്, ഇതുപോലെ എന്റെ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടി ഒരു ദുഷ്ടശക്തി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ട് ഇതിലുള്ള മന്ത്രങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ഉപയോഗിക്കണം എന്നുള്ള കാര്യം ആ ഡോക്ടറിനോട് പറയുമ്പോൾ അയാൾ പറയും, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, അതറിയോ. അതുകൊണ്ട് എന്നോട് ഈ പ്രേതം ദൈവങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എന്തായാലും കേസി ഇപ്പോൾ ഒരു ഡോക്ടറെ കാണണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേസി പറയും, ഡോക്ടർ നിങ്ങൾക്കിത് അറിയാത്തത് കൊണ്ടാണ്. എന്റെ ജീവൻ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതെന്തായാലും ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കേസി അവിടെ നിന്ന് വീട്ടിലേക്ക് പോവാണ്. അതും വളരെ വിഷമത്തിലേ. അതുമല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ ആ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കണ്ണാടിയെല്ലാം നശിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം അവൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോളേജിൽ അവൾ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കേസിയെ കാണാൻ വേണ്ടി അവളുടെ സുഹൃത്ത് കാർ ഓടിച്ചിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്ന സമയം ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, ഹീറോയിൻ ബേബി സിറ്റിങ്ങിൽ ഇരിക്കുന്ന ആ പയ്യൻ ഇപ്പോൾ റോഡിലൂടെ എന്തോ ഓടിച്ചോണ്ട് വരും. അപ്പോൾ ഈ സുഹൃത്താണെങ്കിലോ ആ പയ്യൻ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നതും. ഇപ്പോൾ സുഹൃത്ത് നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട് അവള് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറകിലേക്ക് വരുമ്പോൾ ആ പയ്യനൊന്നും സംഭവിച്ചിട്ടില്ല. അല്ല മോനെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ കേസിയുടെ വീട്ടിലേക്ക് പോകുന്നത് ഒരിക്കലും അവൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേസിനെ സഹായിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവൻ നിങ്ങളെ കൊല്ലുമെന്ന് പറയുമ്പോൾ ആ സുഹൃത്ത് പറയും, ആൾ ഇത്തിരിയേ ഉള്ളൂ, എന്നിട്ട് ഈ ചെറിയ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണോ ഇതെല്ലാം, കേറിപ്പോടാ കൊച്ചിറക്ക എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ നേരെ കേസിയുടെ വീട്ടിലേക്ക് വരും. എന്നിട്ടാണ് അവൾ ഡോർ തുറക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആ ഒരു മാങ്ങാണ്ടി പയ്യനില്ലേ, ചെറിയ വായിൽ വലിയ വർത്തമാനാണ് പറയുന്നത്. എന്തായാലും അവന്റെ അമ്മയോട് ഈ കാര്യം പറയണമെന്നും പറഞ്ഞ് അകത്തേക്ക് വന്നിട്ട്, അല്ല കേസി നിന്റെ കണ്ണിതുവരെ ശരിയായില്ലേ, അല്ല വീടിനകത്തുള്ള കണ്ണാടിയൊക്കെ എവിടെ
എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കേസി പറയും, ഞാൻ കണ്ടതൊരിക്കലും സ്വപ്നമല്ല, അത് യഥാർത്ഥമായിട്ട് നടന്ന കാര്യമാണ്. പിന്നെ എന്നോട് ആ മുത്തശ്ശി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ കാണാൻ പോയ ആ മുത്തശ്ശിയാണോ? അവരൊരു ഭ്രാന്ത് പിടിച്ച സ്ത്രീയാണ്, അവർ പറയുന്നതൊക്കെ നീ ഇപ്പോഴും വിശ്വസിക്കുകയാണോ? എന്നാ സുഹൃത്ത് പറയുമ്പോഴത്തേക്കാണ് കേസി പറയുന്നത്, അതൊരിക്കലും വെറൊരു മുത്തശ്ശിയല്ല, അതെന്റെ മുത്തശ്ശിയാണ്, എന്റെ അമ്മയുടെ അമ്മ. അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. കൂടാതെ എന്റെ അമ്മയുടെ മരണത്തിന് കാരണം ആ പയ്യനാണ്. ഞാൻ ആരോടൊക്കെ അടുക്കാനായിട്ട് ശ്രമിക്കുന്നു അവരെല്ലാവരെയും അവൻ കൊല്ലും. അതുമല്ല നിന്നെയും അവൻ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് നിൽക്കണ്ട, എന്നെ സഹായിക്കണ്ടെന്ന് പറയുമ്പോൾ ആ സുഹൃത്ത് പറയും, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നെ വിട്ടിട്ട് പോകാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അന്ന് രാത്രി കാണിക്കുമ്പോൾ ഹീറോയിൻ ഉറങ്ങുന്ന സമയത്ത് അവളൊരു സ്വപ്നം കാണുന്നുണ്ട്. കുട്ടിയായിരിക്കുമ്പോഴത്തേക്കും അവളുടെ അമ്മയെ കാണാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് പോകുമല്ലോ. ആ സമയം കേസി നടന്ന അവളുടെ അമ്മയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അമ്മയ്ക്ക് പകരം അവിടെ ഒരു കൊടൂര രൂപമാണുള്ളത്. അത് കണ്ട് കേസി നല്ലതുപോലെ പേടിക്കാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പേടിച്ച് കണ്ണു തുറക്കുമ്പോൾ ഈ വീടിനകത്തുള്ള മണിശബ്ദങ്ങളുണ്ടല്ലോ അത് പതിയെ കേൾക്കാൻ തുടങ്ങുന്നു. എന്താണെന്ന് കേസി ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആ ചെറിയ പയ്യൻ വെളിയിലുണ്ട്. അതേസമയം ഇവിടെ കേസിയുടെ മുത്തശ്ശി അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പേടി കാരണം അവർ നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പോഴാണ് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. മുത്തശ്ശി ഒരു ടോർച്ചും എടുത്ത് ഡോർ തുറന്ന് വെളിയിലേക്ക് വരുമ്പോ ആ കോമയിലിരിക്കുന്ന അപ്പൂവനുണ്ടല്ലോ അയാള് വീൽ ചെയറിൽ വെളിയിൽ വന്നിരിക്കാണ്. അല്ല നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് അവര് പടിക്കെട്ട് വഴി താഴേക്ക് ഇറങ്ങി വരാൻ നോക്കുന്നതും വീൽ ചെയറിലെ അപ്പൂപ്പനെ കാണാനില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അപ്പൂപ്പനാണെങ്കിലും 4 കാലിലെ അമ്മൂമ്മയുടെ അടുത്തേക്ക് നടന്നിങ്ങനെ വരുന്നു, അതും പേടിപ്പിച്ചുകൊണ്ട്. അങ്ങനെ അമ്മൂമ്മ അവിടെ നിന്ന് ഓടുമ്പോഴത്തേക്കും അമ്മൂമ്മയുടെ പുറകെ തന്നെ വരുന്നുണ്ട്. അമ്മൂമ്മ അവസാനം ഒരു റൂമിനകത്തേക്ക് കയറി അങ്ങ് ഡോർ അടയ്ക്കും. അതിനകത്ത് പേടിച്ചു നിൽക്കുമ്പോൾ പുറകിൽ എന്തോ ഒരു വെളിച്ചം. അങ്ങനെ കാണിക്കുമ്പോ ദേ ആ പയ്യനാണ്. അവൻ വന്ന് അടുത്ത ദിവസം തന്നെ നമ്മുടെ കേസിയുടേക്ക് വരുമ്പോൾ അവൾ അറിയുന്നത് ആ ഒരു മുത്തശ്ശി മരണപ്പെട്ടു എന്നുള്ളതാണ്. അതുമല്ല ആ ഒരു വിഷമം കാരണം അവൾ അകത്തേക്ക് ഓടി വരുമ്പോൾ വീൽ ചെയറിലുള്ള ആ ഒരു മുത്തശ്ശനുണ്ടല്ലോ അയാള് കേസിയെ തന്നെ നോക്കുന്നുണ്ട്. അപ്പൊ കേസി ആ മുത്തശ്ശനെ വിചിത്രമായിട്ട് തിരിച്ചു നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് അവര് മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ അവള് നല്ലതുപോലെ തന്നെ കരഞ്ഞിട്ട് ഇപ്പൊ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ മുത്തശ്ശിയുടെ സുഹൃത്തുണ്ട് അവര് ഒരു ലെറ്റർ കേസിയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം അവൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് തരാൻ വേണ്ടിയിട്ട് തന്നതാണ് എന്ന് പറഞ്ഞ് കേസിയുടെ കയ്യിൽ അത് കൊടുക്കുമ്പോൾ അതിൽ ആ മുത്തശ്ശി എഴുതിയിരിക്കുന്നത് വേറെ ഒന്നല്ല, എനിക്കറിയാം ഞാൻ എത്രയും പെട്ടെന്ന് മരണപ്പെടുമെന്ന്, അതുകൊണ്ടാണ് നിനക്ക് ഈ ലെറ്റർ എഴുതുന്നത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ പേടി അതാണ് ആ സാത്താൻ യൂസ് ചെയ്യുന്നത്. അതുമല്ല നമ്മുടെ ഫാമിലിയുടെ രക്തം അതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ഫാമിലിയെ വിട്ട് അത് പോകാത്തത്. ആദ്യം എന്നിലൂടെ തുടങ്ങി, പിന്നീട് നിന്റെ അമ്മ, ഇപ്പൊ അവസാനം നിന്നിലേക്ക് അത് വന്നിരിക്കുകയാണ്. നിന്റെ അമ്മ ഒരുപാട് പേടിച്ചിരുന്നു, അതുകൊണ്ടാണ് നിന്റെ അമ്മയെ പെട്ടെന്ന് തന്നെ അത് അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കി നിന്നിലേക്ക് ഒരിക്കലും അതിനെ അടുക്കാൻ സമ്മതിക്കരുത്. നിന്റെ അടുത്തേക്ക് അത് പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാലേ നീ ഒറ്റയ്ക്കായി പോവും, നിന്നെ പൂർണ്ണമായിട്ടും അത് കൈക്കലാക്കും. അതുകൊണ്ട് നിനക്ക് കഴിയുന്നത് പോലെ നീ ഓടാൻ ശ്രമിക്കണം, ഒരിക്കലും നിന്റെ അടുത്തേക്ക് അത് വരാനായിട്ട് സമ്മതിക്കരുത്. നിന്നെ കൊണ്ട് മാത്രമേ അതിന് കഴിയത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇതെല്ലാം വായിച്ച് കേസി നല്ലതുപോലെ കരയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞ് ആ ബുക്ക് കയ്യിലിരിക്കുന്ന അയാളുണ്ടല്ലോ, അയാളിപ്പോ ഈ ബുക്കിലെ ഒരുപാട് കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞു. അങ്ങനെ വായിക്കുമ്പോഴാണ് അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഡിബേക്ക് എന്ന് പറഞ്ഞ ആ സാത്താൻ അതിന് രൂപമില്ല, അതുകൊണ്ട് തന്നെ ആദ്യം അത് മൃഗങ്ങളെയാണ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. പതിയെ പതിയെ മൃഗങ്ങളിൽ നിന്നും അത് മനുഷ്യരിലേക്ക് മാറാൻ തുടങ്ങി. മനുഷ്യനെ പെട്ടെന്ന് കൺട്രോൾ എടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ആ സാത്താൻ മനുഷ്യന്മാരെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് അതിന് എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് മാറി. അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ലൈറ്റ് അണയുന്നു, വീണ്ടും കത്തുന്നു, പിന്നെ അണയുന്നു. അതുമല്ല വെളിയിൽ നല്ലതുപോലെ കാറ്റടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രൊഫസർ പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വേറെ ഒന്നല്ല, ഈ പ്രൊഫസർ കേസിയെ സഹായിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അയാളെ ആ സാത്താൻ ഇപ്പൊ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. പ്രൊഫസർ ഇപ്പൊ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെയുള്ള പേപ്പറുകളെല്ലാം ഇങ്ങനെ പറക്കാണ്. ഇപ്പോ ഡോക്ടറെ കുറിച്ച് മുന്നിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു നായയുണ്ട്. ആ നായയുടെ തലയാണെങ്കിലോ തല തിരിഞ്ഞിരിക്കുന്നു. ഈ ബുക്കിൽ വായിച്ചല്ലോ അതുപോലെ. അപ്പൊ ആ കാര്യങ്ങളെല്ലാം റിയൽ ആയിട്ട് നടക്കുവാണോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി ഇവിടെ നിന്ന് പോകുന്ന ഇങ്ങനെ അലറി വിളിക്കുന്നതും ആ സാത്താൻ അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് ആ ഡോക്ടറിനെ ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് മനസ്സിലാവുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ കേസിയെ കാണിക്കുമ്പോൾ കേസിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവളുടെ സുഹൃത്തിനോട് ഒരു വട്ടം കൂടി പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് വെളിയിലെ കോളിംഗ് ബെല്ലടിക്കുന്നു. അത് സുഹൃത്തിന്റെ വീട്ടിലാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ കേസിക്ക് മനസ്സിലായി ഇതാ സാത്താനാണെന്ന്. അപ്പൊ കേസി പറയും, ഇല്ലില്ല നീ പോരുതെന്ന് പറയുമ്പോൾ അവൾ പറയും, ഇല്ല ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വെളിയിലേക്ക് പോവാണ്. അങ്ങനെ കേസി ശ്രദ്ധിച്ച് ആ വീഡിയോയിലേക്ക് നോക്കുമ്പോഴാണ് ബെഡ്റൂമിലുള്ള കണ്ണാടിയിൽ ആ പയ്യന്റെ രൂപം. ഇത് കാണുമ്പോൾ തന്നെ കേസി പെട്ടെന്ന് അവളുടെ സുഹൃത്തിനെ ഫോണിലൂടെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സുഹൃത്താണെങ്കിലോ ഫോൺ എടുക്കുന്നില്ല. അവളാണെങ്കിൽ ഇതെടുക്കാതെ നേരെ ഡോർ വന്ന് തുറക്കുന്നതും ആ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ വന്ന് ഒരു കത്തി കൊണ്ട് അവളുടെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവള് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവളുടെ പിറകെ വന്ന് അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേസി ഹീറോയെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ആ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി അവിടെയുള്ള ഡോറെല്ലാം തട്ടി നോക്കുന്നുണ്ടെങ്കിലും ആരും തുറക്കുന്നില്ല. അങ്ങനെ അടുത്തുള്ള ജനാലയെല്ലാം ഇടിച്ചു പൊട്ടിച്ച് രണ്ടുപേരും അകത്തേക്ക് ചെല്ലുമ്പോൾ ആ സാത്താൻ അവളെ കൊല്ലാനായിട്ട് നിൽക്കുന്നു. അപ്പോഴാണ് ഹീറോ ആ ചെറിയ പയ്യൻ അടിക്കാനായിട്ട് ചെല്ലുന്നതും ഇപ്പൊ കേസി പറയും, ഇല്ലില്ല അവനെയൊന്നും ചെയ്യരുത്,
ആ സാത്താൻ ഇപ്പോൾ അവളുടെ ശരീരത്താണെന്ന് പറയുന്നതും കാണിക്കുമ്പോൾ വേറെ ഒന്നല്ല, ആ ചെറിയ പയ്യന്റെ ശരീരത്തിൽ നിന്നും ഹീറോയിന്റെ സുഹൃത്തിന്റെ ശരീരത്തിലേക്ക് ആ സാത്താൻ കയറിയിട്ട് സ്വയം അവളിപ്പോ അവളെ തന്നെ അടിച്ചടിച്ച് ആ സുഹൃത്ത് അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് പോലീസ് വരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയിൻ പറയുന്നുണ്ട്. അതുമല്ല ആ ചെറിയ പയ്യനാണെങ്കിലോ വളരെ വിഷമത്തില് വണ്ടിക്കകത്ത് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിനോട് പറയുന്നത്, ശരി ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാന്ന് പറയുമ്പോൾ കേസി പറയും, നമ്മൾ എവിടെ പോയാലും അത് നമ്മുടെ പിറകെ തന്നെ ഉണ്ടാവും, അതിന് എന്നെയാണ് ആവശ്യം, അതുകൊണ്ട് എന്റെ കൂടെയുള്ള എല്ലാവരെയും അത് കൊല്ലും, നീയും എന്നോടൊപ്പം നിൽക്കണ്ടെന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ കേസിയെ ആ സൈക്കോളജിസ്റ്റ് വിളിക്കുന്നത്. എന്നിട്ട് പറയും, കേസി നീ പറഞ്ഞതെല്ലാം സത്യമാണ്, ഞങ്ങൾ ആ ഒരു ചടങ്ങ് ചെയ്യാനായിട്ട് തയ്യാറാണ്, ഞങ്ങൾ പറയുന്ന ഈ സ്ഥലത്തേക്ക് നീ വരണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കേസി ആ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലും. അതുപോലെ ഒരു ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്താണ് ഇവരിപ്പോൾ ഇരിക്കുന്നത്. അല്ല ഇവിടേക്ക് വന്ന എന്തിനാ? അപ്പോൾ ആ ഡോക്ടർ പറയും, നിന്റെ പേടി എന്താണെന്ന് എനിക്ക് മനസ്സിലായി, നീ പറഞ്ഞ കാര്യം ആദ്യം ഞാൻ വിശ്വസിച്ചില്ല, പിന്നീട് അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു, നീ പറഞ്ഞ പല കാര്യങ്ങളും സത്യം തന്നെയാണ്, അതുകൊണ്ട് ബുക്കിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് അറിയത്തില്ല, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഇതിന് സഹായത്തിനായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്നും പറഞ്ഞ് ഒരു മൊട്ടയെ ഇവിടേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഇതാരാണെന്ന് നിങ്ങൾക്കറിയാം, പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു ചർച്ചിലെ ഫാദറാണ്. ഇപ്പോൾ ഇവനെ കൊണ്ട് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ കേസി വിട്ടെന്ന്, അല്ല നിക്ക്, ഇയാൾ ക്രിസ്ത്യൻ അല്ലേ, ഇയാളെ കൊണ്ട് എങ്ങനെ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ കേസി, ഇതിൽ ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരു പിശാചിനെ ഇല്ലാണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പക്ഷെ എന്താണ് അവർ പ്രയോഗിക്കുന്ന ആ ഒരു വാക്കുകൾ അത് മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ, അതുകൊണ്ട് ആ ബുക്കിലുള്ള കാര്യങ്ങൾ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് വഴി അതിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കും, അതുകൊണ്ട് ഞാൻ ഇതിന് തയ്യാറാണ്, അതിനു മുന്നേ നിന്റെ ഐഡിയും മറ്റ് പ്രൂഫും എനിക്ക് കാണിച്ചു തരണം, കാരണം നിനക്ക് 18 വയസ്സ് കഴിഞ്ഞോ ഇല്ലേന്ന് അറിയണം, ഈ ചടങ്ങ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നീ മരിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ അവളുടെ പ്രൂഫും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഓക്കെ നീ എന്തായാലും ചടങ്ങ് ചെയ്യാനായിട്ട് തയ്യാറായിക്കോ, ഈ ചടങ്ങിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം തരണം ചെയ്യണം, നാളെ തന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വരണമെന്നും പറഞ്ഞ് ഇപ്പം അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇതോ ഒരു പഴയ ബിൽഡിങ്ങിനുള്ളിൽ അവരുടെ കൂടെ 1-2 പേരെ സഹായത്തിനായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ കേസിയും അവിടേക്ക് വരും. എന്നിട്ട് അവർ ആദ്യം തന്നെ ചെയ്യുന്നത് അവളെ ഒരു കട്ടിലേക്ക് കിടത്തി അവളുടെ കൈയെല്ലാം കെട്ടിവെച്ചിട്ട് അവളുടെ വായിൽ എന്തോ ഒരു കാര്യം വെക്കുന്നുണ്ട്, കാരണം വേറെ ഒന്നല്ല, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ നാക്ക് കടിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ചുറ്റി നിന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങാൻ പോവാണ്, അതേപോലെ നിന്നെ പിശാച് ആക്രമിക്കാൻ സാധ്യതയുണ്ട്, നല്ല വേദനയായിരിക്കും, അതെല്ലാം നീ സഹിച്ചേ മതിയാവൂ, സഹിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് ബലിക്കും എന്നും പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പേപ്പർ വെച്ചിട്ട് ഇവരെല്ലാവരും അത് വായിക്കാൻ തുടങ്ങാണ്. അങ്ങനെ എല്ലാവരും അത് നല്ലതുപോലെ വായിക്കുമ്പോൾ പ്രേതങ്ങളുണ്ടല്ലോ അതെല്ലാം വന്നിട്ട് അവളെ പല രീതിയിലും അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അവളെ കൊണ്ട് കഴിയുന്നില്ല. അതേപോലെ തന്നെ ആ ഒരു ചെറിയ പയ്യൻ, അവന്റെ ശരീരത്തിലാണ് ഇപ്പോൾ ആ സാധനം ഉള്ളത്, അതിപ്പോൾ അവിടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ട് കഴിയുന്നില്ല. അതേപോലെ തന്നെ ഈ മന്ത്രങ്ങൾ വായിക്കുന്നുണ്ടല്ലോ അവരെ ഓരോരുത്തരെയായിട്ട് അത് അവിടെ നിന്ന് അടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് എടുത്ത് കളയുമ്പോഴത്തേക്കും ചിലരാണെങ്കിൽ താഴെ വീട്ട് അവരുടെ ബോധം പോകുന്നു. അങ്ങനെ എല്ലാവരെയും അടിച്ച് കളയുമ്പോൾ ഇവർക്കിപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ കഴിയുന്നത്ര രീതിയിൽ അവർ പ്രാർത്ഥന നിർത്താതെ തന്നെ വായിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ ഇപ്പോൾ ഓടി കേസിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കെട്ടെല്ലാം അഴിച്ച് ബാ നമുക്ക് ഇവിടെ നിൽക്കണ്ട പോകാന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് വെളിയിലേക്ക് ഓടും. അതേസമയമാണ് അകത്ത് ബാക്കിയുള്ള എല്ലാവരെയും അടിച്ചു കളഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് ആ പ്രീസ്റ്റിന്റെ മുന്നിലേക്ക് വന്ന് നിന്നിട്ട് അവനെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നു. വേറൊന്നുമല്ല, ആ സാത്താൻ ഇപ്പോൾ പ്രീസ്റ്റിന്റെ ശരീരത്തിലേക്കാണ് കയറിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ കേസി ഹീറോയും രക്ഷപ്പെട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ഇവരൊരു റൂമിനകത്തേക്ക് ആ ഒരു പേപ്പർ കൊണ്ട് ഇങ്ങനെ കയറി നിൽക്കും. അവിടെ ഇരിക്കുമ്പോഴാണ് കേസി പറയുന്നത്, ഓക്കെ അത് ചിലപ്പോൾ പോയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുമായിരിക്കും എന്ന് പറയുന്നതും പെട്ടെന്ന് ആ ഒരു പ്രീസ്റ്റ് ഉണ്ടല്ലോ അയാള് ഹീറോയെ അങ്ങനെ പിടിച്ചിട്ട് വലിച്ചൊരു മുറിക്കകത്തേക്ക് കൊണ്ടുപോയി അടിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേസി ഓടിച്ചെന്നിട്ട് ഹീറോയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരവസരത്തിൽ ഹീറോ ഒരു ചുറ്റിയിലുകൊണ്ട് ആ ഒരു പ്രീസ്റ്റിന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി, അങ്ങനെ പ്രീസ്റ്റ് ബോധമില്ലാതെ താഴെ വീഴുന്നതും ഓക്കെ ആ ഒരു ഗോസ്റ്റ് എന്തായാലും പോയി എന്ന് സമാധാനപ്പെട്ട് രണ്ടുപേരും എടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിന്റെ കയ്യിലേക്ക് പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ ഹീറോയും പറയും, അല്ല എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്, നീ എന്താ അങ്ങനെ പിടിക്കുന്നേ എന്ന് ചോദിക്കുന്നതും അവിടെയാണ് ടെസ്റ്റ്. ഇപ്പൊ ആ സാത്താൻ കയറിയിട്ടുള്ളത് ഹീറോയുടെ ശരീരത്തിലുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്ന ഹീറോയിൻ അങ്ങനെ അവന്റെ കൈ വെട്ടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇപ്പോ ഹീറോ ആണെങ്കിലോ പുറകെ തന്നെയുണ്ട്. അങ്ങനെ ഓടി ഓടി ഒരവസരത്തില് ആ സാത്താൻ ഹീറോയിൻ അങ്ങനെ പിടിച്ച് അവളെ കഴുത്തി ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ അവളുടെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ആ ഡോക്ടർ ഉണ്ടല്ലോ അയാൾക്ക് ഇപ്പോഴും കുഴപ്പമില്ലായിരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത ആ ഒരു ബുക്കും പേപ്പറെല്ലാം അയാളുടെ കയ്യിലുണ്ട്. അത് വെച്ച് അയാൾ വീണ്ടും ആ മന്ത്രങ്ങൾ വായിക്കാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ ഹീറോയിന്റെ കയ്യിലും ആ പേപ്പർ ഉള്ളത് കൊണ്ട് അവളും അത് തന്നെ വായിക്കുമ്പോൾ ഈ സാത്താൻ അവളുടെ അടുത്തേക്ക് വരാൻ കഴിയുന്നില്ല. പക്ഷെ ഇപ്പോഴും ആ സാത്താൻ ആ ശരീരം വിട്ടു പോകാനായിട്ട് തയ്യാറല്ല. ഇവരാണെങ്കിലോ നിർത്താതെ അത് വായിച്ച് അവസാനം അതിന് സഹിക്കാൻ കഴിയാതെ ഹീറോയുടെ ശരീരത്തിൽ നിന്ന് അത് പോകണം. അതുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഒറ്റച്ചാട്ടം. ഈ സാത്താൻ അവരുടെ ശരീരത്തിൽ നിന്ന് പറന്നു പോകുന്നതും ഹീറോ നേരെ താഴേക്ക് വീഴാണ്. കേസി ഓടി വന്ന് അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. ഇപ്പൊ ഓടി താഴേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ്
ഹീറോ മരിച്ചിട്ടില്ല, പക്ഷെ അവന്റെ മുതുകിനും കൈയിനെല്ലാം നല്ല പരിക്കുണ്ട്. അപ്പോഴാണ് കേസി അവന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് നീ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അവൻ പറയും അവസാനം വരെ നിനക്ക് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ വെച്ച് മരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് കേസി ഒരു കാര്യം ആലോചിക്കുന്നത്. അതുമല്ല സ്റ്റാർട്ടിങ് മുതലുള്ള എല്ലാ കാര്യങ്ങളും. കാരണം ഈ സമയത്ത് തന്നെ അവളെ അന്വേഷിച്ച ആ ഒരു പിശാചി വരാൻ കാരണം എന്തായിരിക്കും എന്നാ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ അവരും പറയുമല്ലോ അതിന് പവർ കിട്ടി, അതിനുള്ള സമയമായെന്ന്. അതിന് കാരണം വേറെ ഒന്നല്ല, കേസി പ്രഗ്നന്റ് ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും എന്തുകൊണ്ട് അത് ഇപ്പോൾ വരണം? അങ്ങനെ അവള് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവളുടെ വയറ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കേസിക്ക് ജനിക്കാൻ പോകുന്നതും ട്വിൻസ് ആണ്. ഇതുകൂടി കാണുമ്പോൾ കേസി അത് കണ്ട് പേടിച്ചിങ്ങനെ നിൽക്കുന്നതും ഈ മൂവിയോട് വെച്ച് അവസാനിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ സാത്താൻ വീണ്ടും തിരിച്ചു വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. കാരണം അവൾക്ക് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചു വരാൻ ശ്രമിക്കും. എന്തായാലും അതിനെ നശിപ്പിക്കാനുള്ള ആ ഒരു വഴി അവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് അവൾ രക്ഷപ്പെടുമെന്ന് നമുക്കറിയാം. അതോടെ ഈ മൂവിയോട് വെച്ച് അവസാനിക്കാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.